രാംകുമാർ സാർ, എന്തായാലും നിലവിലുള്ള ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഒരു സ്ക്രൂട്ടിനി അനിവാര്യമാണ്, ഒരു റിവ്യൂ അനിവാര്യമാണ്. അവിടെ ചോദ്യം പൂച്ചയ്ക്ക് ആര് മണികെട്ടും എന്നുള്ളതാണ്. ഒരു സുപ്രധാന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സമീപകാലത്ത് ഇവിടെ പങ്കെടുക്കുന്ന രണ്ട് സുഹൃത്തുക്കളും സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതി ഭരണഘടനയിൽ ഇല്ലാത്ത വാക്കുകൾ എഴുതി ചേർത്തു. ഒരു 2 അംഗ ബെഞ്ച് 3 മാസം. ഭരണഘടനയിൽ ഒരു സ്ഥലത്തും രാഷ്ട്രപതിയോ ഗവർണറോ ഒരു ബില്ലിന് അനുമതി കൊടുക്കുന്നതിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. ആ സമയപരിധി നിശ്ചയിക്കാത്തത് ആകസ്മികമായ ഒരു തെറ്റല്ല, മറിച്ച് സമയപരിധി വേണമെന്ന് ഭരണഘടനാ നിർവഹണ സമിതിയിൽ വിശദമായ വാദം വളരെ ഉന്നതരായ അഭിഭാഷകർ ഉന്നയിച്ചു. അതിന് മറുപടിയായിട്ട് ഡോക്ടർ അംബേദ്കർ പറഞ്ഞു, അങ്ങനെ ഒരു സമയപരിധി വയ്ക്കുന്നത് പ്രവർത്തനത്തെ ബാധിക്കും, ഭരണഘടനയുടെ സുഗമമായ പ്രവർത്തനത്തെ ബാധിക്കും, അതുകൊണ്ട് പാടില്ല. ഇപ്പോൾ ആ വിധി കൊണ്ട് മെച്ചം കിട്ടിയ ആളുകൾ കൊട്ടിഘോഷിക്കുന്നു, സുപ്രീം കോടതി വിധി അയ്യോ ഞങ്ങൾക്ക് കോരിത്തരിപ്പുണ്ടാക്കുന്നു. പക്ഷേ സുപ്രീം കോടതി 3 മാസം എന്ന് എഴുതിയത് എന്ത് നിയമത്തിൻ്റെ പിൻബലത്തിലാണ്? മറിച്ച് ഇതുവരെ സുപ്രീം കോടതി പറഞ്ഞ എല്ലാ വിധികൾക്കും എതിരാണ് എന്ന് ഈ കൊട്ടിഘോഷിക്കുന്ന ആളുകൾ വിസ്മരിക്കുന്നു. അങ്ങനെ പറയുന്ന ആളുകളെ ജുഡീഷ്യറിയുടെ വിമർശകരായി അവർ ചിത്രീകരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ 3 മാസം സമയം എന്ന് പറയുന്ന മാന്യന്മാർ ഒരു കേസ് തീരുമാനിക്കാൻ എത്ര വർഷമെടുക്കുന്നുണ്ട്? കേരളത്തിൽ നിന്നൊരു ജഡ്ജി സുപ്രീം കോടതി ജഡ്ജിയായിട്ട് വർഷങ്ങളും തായിട്ടും വിധി പ്രസ്താവിക്കുന്നില്ല എന്ന് ബാർ കൗൺസിലും ബാർ അസോസിയേഷനും പരാതി പറയേണ്ടി വന്നു. അവസാനം ബീഹാറിൽ നിന്നുള്ളൊരു കേസിൽ 6 മാസം സമയം വെച്ചു. ഞാനും അനിൽ നമ്പ്യാരുമായിട്ട് ഒരു പണമിടപാടുണ്ടായിട്ട് ഞാൻ കേസ് കൊടുത്താൽ അത് കൈ കൊണ്ട് തൊടാൻ ഒരു ജഡ്ജിക്കും താല്പര്യമില്ല, കാരണം മാധ്യമങ്ങളിൽ വരില്ല. മറിച്ച് ഞാൻ ചർച്ചക്കിടയിൽ അനിൽ നമ്പ്യാരുടെ മുഖത്തടിച്ചൊരു കേസ് വന്നാൽ അത് ജഡ്ജിമാർക്ക് വലിയ താല്പര്യമാണ്. മാധ്യമ സ്വാതന്ത്ര്യം അപകടത്തിലായിരിക്കുന്നു, ചർച്ചയ്ക്ക് വരുന്നവരും മാന്യമായി പെരുമാറണം, അങ്ങനെ കൊട്ടിഘോഷി. അത് 1 മാസത്തിനകം ആ കേസ് തിരിഞ്ഞ്, കാരണം മാധ്യമ ശ്രദ്ധ ആകർഷിക്കും. ഇവിടെ സിവിൽ കേസുകൾ തീർക്കാൻ ഒരു ജഡ്ജിക്കും യാതൊരു താല്പര്യമില്ല. ഒരു സിവിൽ കേസിൻ്റെ ആയുസ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, ഏറ്റവും ചുരുങ്ങിയത് 20 കൊല്ലമാണ്. എന്ത് നീതിന്യായമാണ് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുന്നത്? പാവപ്പെട്ട ആളുകൾ, വസ്തുപോയ ആളുകൾ ഹൈക്കോടതിയിൽ വന്ന് കാവലിരുന്ന് വക്കീൽമാരെ പഴി പറഞ്ഞുകൊണ്ട് കാത്തിരുന്ന് അവർക്ക് കിട്ടുന്ന അനുഭവം 20 കൊല്ലമാണ്. നമ്മുടെ ജുഡീഷ്യറി സംവിധാനത്തിൽ മിക്ക വ്യവഹാരങ്ങളുടെയും ആയുസ് 30 കൊല്ലമാണ്. ഈ 30 കൊല്ലം വെച്ച് അതിനൊരു പ്രതിവിധിത്തെ കാണാത്ത ആളുകളാണ് 3 മാസം രാഷ്ട്രപതിയോട് പറയുന്നത്. അതോ രാഷ്ട്രപതിയോട് അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഭരണഘടനയിലെ 341 അനുച്ഛേദ പ്രകാരം അവർക്ക് സംരക്ഷണമുണ്ട്, ഗവർണർക്കും രാഷ്ട്രപതിക്കും. എന്നിട്ടും ആ സംരക്ഷണം എന്ന അനുച്ഛേദത്തെ മറികടന്നുകൊണ്ട് 3 മാസം എന്ന് എഴുതി ചേർത്തിരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനമായിട്ട് അവർ ഉപപരമായി കണ്ടുപിടിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ ഭരണഘടനയിലെ അനുച്ഛേദങ്ങളാണ്. എന്തൊരു വിചിത്രമാണ് നമ്മുടെ ജുഡീഷ്യറിയുടെ പോക്ക്. 30 കൊല്ലം ഒരു വ്യവഹാരം നടത്തി സ്വത്തും ആരോഗ്യവും ആയുസ്സും കളയുന്ന ഒരു വ്യവഹാരി സമൂഹം നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് നമ്മുടെ സുപ്രീം കോടതി കൽപ്പിക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ പൗരൻ, അദ്ദേഹം വെറുതെ ഇരിക്കുകയല്ല, 100,000 ചുമതലകളുണ്ട് രാഷ്ട്രപതി ഭവനിൽ ഇരിക്കുന്ന രാഷ്ട്രപതിക്ക്. ജനങ്ങളുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. 3 മാസത്തിനകം ചെയ്തിട്ടില്ലെങ്കിൽ അത് ബില്ലായി മാറും. എന്തൊരു വിരോധാഭാസമാണ്! ഇതിൽ പരം ധിക്കാരമായ ഒരു കടന്നുകയറ്റം അടുത്ത കാലത്തൊന്നും ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്ന് കാണുന്നില്ല. രാഷ്ട്രീയ നേട്ടമുണ്ടായ ആളുകൾ ഒഴിച്ച് ബാക്കി ആരും ഇതുപോലത്തെ ഒരു സമീപനത്തിന് അനുകൂലമായ നിലപാടെടുക്കും
എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമുക്ക് പരമപ്രധാനം നമ്മുടെ ഭരണഘടനയാണ്. ഈ രാജ്യത്തെ കോടാനുകോടി ജനങ്ങളുടെ ആത്മാവും അന്തസ്സും ആഭിജാത്യവും നിലനിർത്തുന്ന ആഗ്രഹങ്ങളും ആശയങ്ങളും നിലനിർത്തുന്ന ഒരു മഹത്തായ ഗ്രന്ഥമാണ് നമ്മുടെ ഭരണഘടന. ആ ഭരണഘടനയാണ് രാജ്യത്തെ ഏറ്റവും വലിയ ജഡ്ജിമാരല്ല. ആ ഭരണഘടനയിൽ ഇല്ലാത്ത വാക്കുകൾ എഴുതി ചേർക്കാൻ നിയമനിർമ്മാണം ജനപ്രതിനിധികൾക്ക് മാത്രമാണ്. ആ ജനപ്രതിനിധികളുടെ ചുമതല ഞങ്ങൾ നിർവഹിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ഭരണഘടനാ വിരുദ്ധമാണ്. അതുകൊണ്ട് ആ പ്രവണത കാണിച്ച നീതിന്യായ സംവിധാനത്തിൽ ഇതുപോലത്തെ പാളിച്ചകൾ വരുന്നതിൽ ഇന്ന് ജനങ്ങൾക്ക് അത്ഭുതം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ സാധാരണ സംഭവങ്ങളാണ് എന്നൊരു തോന്നൽ ജനങ്ങൾക്ക് വന്നിരിക്കുന്നു. നഷ്ടമാർക്കാണ്? എല്ലാ മാസവും ഭീമമായ ശമ്പളം കിട്ടുന്ന ജഡ്ജിമാർക്കല്ല, സർക്കാർ ജീവനക്കാരെ പോലെ DA വാങ്ങുന്ന ശമ്പളക്കാർക്കല്ല. നഷ്ടം വരുന്നത് ഇവിടുത്തെ പാവപ്പെട്ട വ്യവഹാരികൾക്കാണ്. അവർക്ക് പോകാൻ വേറെ സ്ഥലമില്ല. മറ്റെല്ലാ വാതിലുകളും അടഞ്ഞ ശേഷമാണ് അവസാനത്തെ ആശ്രയം എന്ന് പറഞ്ഞ് നീതിന്യായ സംവിധാനത്തിൽ വരുന്നത്. അവിടെ 30 കൊല്ലക്കാലം കയ്യിലിരുന്ന കാശും വസ്തുവും അന്തസ്സും അഭിമാനവും നഷ്ടപ്പെടുന്ന രീതി ഉണ്ടാകുന്നത് സാധാരണ ജനങ്ങൾക്ക് സഹിക്കാനാവുമോ? ഇതൊന്നും ഇവിടെ ചോദിക്കാൻ ആളില്ല. ചോദിച്ചാൽ കോടതി അലക്ഷ്യം എന്ന വജ്രായുധം എടുക്കും. കോടതി അലക്ഷ്യം ഒരു പരിചയമായിട്ടാണ് നമ്മുടെ ഭരണഘടനാകർത്താക്കൾ വിവക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഉപയോഗിക്കുന്നത് വാളായിട്ടാണ്. അത് വളരെ വളരെ ദുഃഖകരമായൊരു സ്ഥിതിയാണ്. ഈ രാജ്യത്തെ ജനങ്ങളും മാധ്യമപ്രവർത്തകരും പൊതുപ്രവർത്തകരും അഭിഭാഷകരും നമ്മുടെ ഉപരാഷ്ട്രപതി പറഞ്ഞ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ മഹത് സ്ഥാപനത്തെ ഒന്ന് ശുദ്ധീകരിക്കാനും നവീകരിക്കാനും ജനവിശ്വാസം വീണ്ടെടുക്കാനും ഇനിയെങ്കിലും പരിശ്രമിച്ചില്ലെങ്കിൽ ജനങ്ങളുടെ അവസാനത്തെ ആശ്രയമായ ജുഡീഷ്യറി തകർച്ചയിലേക്ക് നീങ്ങും.